എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഊട്ടിയിലെ പുലരികൾക്ക് ഇനി മഞ്ഞുവീഴ്ചയുടെ കാലം. ഡിസംബറിന്റെ തണുപ്പ് ആസ്വദിക്കാൻ ഊട്ടിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക്. വയനാടൻ ചുരം കയറിയും നാടുകാണി ചുരം കയറിയും ഊട്ടിയുടെ തണുപ്പിലേക്ക് യാത്ര തുടരുകയാണ് സഞ്ചാരികൾ. സഞ്ചാരികളെ കാത്ത് ഊട്ടി തണുപ്പണിയുന്നു. മഞ്ഞുവീഴ്ചയുടെ നാളുകൾക്ക് പട്ടുവിരിച്ചിട്ടിരിക്കുകയാണ് ഊട്ടി. വരും ദിവസങ്ങളിൽ തണുത്തുറഞ്ഞ പുലരികളെയാവും ഊട്ടി വരവേൽക്കുക. ഊട്ടിയുടെ സൗന്ദര്യം ആസ്വദിക്കാനും തണുപ്പിൽ അലിയാനും സഞ്ചാരികൾ കൂട്ടത്തോടെയാണ് എത്തുന്നത്. നവംബർ അവസാനമായതോടെ തുടങ്ങിയ ഊട്ടിയിൽ ഇനി മഞ്ഞുവീഴ്ചയുടെ കാലമാണ്. 2 മാസം ഇനി ഊട്ടിയുടെ പല പുലരികളും മഞ്ഞുകൊണ്ട് മൂടും. കഴിഞ്ഞ ദിവസങ്ങളിൽ പുലർച്ചെ ഊട്ടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയുണ്ടായി. കാന്തൽ, റേസ് കോഴ്സ്, സസ്യോദ്യാനം, തലകുന്ത എന്നിവിടങ്ങളിലാണ് മഞ്ഞു വീണത്. പുലർക്കാലത്ത് നല്ല കുളിരും അനുഭവപ്പെട്ടു. പകൽ സമയത്തെ വെയിലിന്റെ കാഠിന്യം അനുസരിച്ച് രാത്രി തണുപ്പ് കൂടും. കഴിഞ്ഞ ദിവസം കുറഞ്ഞ താപനില 5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജനുവരിയിൽ ആദ്യവാരത്തിൽ കുറഞ്ഞ താപനില 0-ന് താഴെയായിരുന്നു. ഊട്ടിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് പാസ് നിർബന്ധമാക്കിയുള്ള നടപടിയും നീട്ടിയിട്ടുണ്ട്. സഞ്ചാരികളുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് കഴിഞ്ഞ മെയ് 7-നാണ് പാസ് നിർബന്ധമാക്കിയത്. ആദ്യം ജൂൺ 30 വരെയും പിന്നീട് സെപ്റ്റംബർ 30 വരെയുമാണ് പാസ് ഏർപ്പെടുത്തിയിരുന്നത്. മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടി. എന്നാൽ പാസ് ഇല്ലാത്തതിന്റെ പേരിൽ യാത്രക്കാരെ ആരെയും മടക്കിവിടില്ല. ഊട്ടിയിലെ തണുപ്പിൽ അലിയാൻ കുട്ടികളും സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയാണ് ഊട്ടിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ഒരു വർഷം ഇവിടെ വന്നു പോകുന്ന സഞ്ചാരികൾ എന്ന് പറയുമ്പോൾ 35 ലക്ഷം പേരാണ് ഇവിടെ വന്നു പോകുന്നത്. അതിൽ നമ്മൾ ഇത് ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്, ഏകദേശ കണക്ക്. അതിൽ 60% വരുന്നതും കേരളത്തിൽ നിന്നാണ്, മലയാളികളായിട്ടുള്ള ടൂറിസ്റ്റുകളാണെന്നാണ് നമ്മളുടെ അറിവ്. അത് കൂടാതെയും കണക്കിന് അപ്പുറമുള്ളവരും ഉണ്ട്. ഇപ്പോൾ ഈ പാസ് വന്നതിന് ശേഷം, പാസിൻ്റെ ഒരു സംവിധാനം വന്നതിന് ശേഷം നമ്മളുടെ ഓരോ ബിസിനസ് മേഖലകളിലും 60% ബിസിനസ്സിൻ്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതെവിടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കോട്ടേജ് ആണെങ്കിലും പല ഹോട്ടലുകളാണെങ്കിലും ഇവിടെ എടുത്ത് നടത്തുന്നത് ലീസ് സംവിധാനത്തിലാണ്. ഈ ലീസ് സംവിധാനത്തിൽ നിരവധി ലക്ഷങ്ങൾ മുടക്കിയാണ് ഇവിടെയുള്ള ആളുകൾ, തമിഴായാലും കർണാടക ആളുകളായാലും മലയാളികളായാലും മറ്റുള്ള സ്റ്റേറ്റിലെ ആളുകളായാലും നിരവധി പൈസ മുടക്കിയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 60% ഇടിവ് വരുന്നു എന്ന് പറയുന്നത് അത് ഏത് തരത്തിൽ നിലനിൽക്കാൻ പറ്റും? ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചില മുതിർന്ന അല്ലെങ്കിൽ ചില അധികാരികൾ, ചില സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വന്നു പോകുമ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ ഒരു പാസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവർ വരുമ്പോൾ സൈറനിട്ട ആൾക്കാരാണ് വരുന്നത്. അവർ വരുമ്പോൾ റോഡ് ഫ്രീ ആയിരിക്കണം.
ആയിക്കോട്ടെ. നമ്മൾ പറയുന്നത് ഇവിടെ ജീവിക്കുന്ന സാധാരണ ആളുകളുണ്ട്. ഓട്ടോ ഓട്ടി ജീവിക്കുന്ന ഒരു ദിവസം കിട്ടുന്ന 500 രൂപയാണ്. ആ ആട്ടോക്കാരനിപ്പോൾ ആട്ടോ ഓടിക്കാൻ പറ്റുന്നില്ല. ടൂറിസ്റ്റുകളുടെ വരവ് കുറഞ്ഞു. അപ്പോൾ ഊട്ടിയെ സംബന്ധിച്ച് 4 മാസം മഴയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള 2 സീസണാണ് ഇവിടെയുള്ള ആളുകൾക്ക് സാമ്പത്തികമായി ഒരു മെച്ചം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആ സന്ദർഭങ്ങളിൽ ആ മെച്ചം എന്ന് പറയുന്നത് ഈ സീസൺ സമയമാണ്. ആ സമയങ്ങളിലാണ് ഈ പാസ് ഏറ്റവും സ്ട്രിക്റ്റായി കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും അപലനീയമാണ്. നിങ്ങളുടെ അസോസിയേഷൻ്റെ എന്ത് അസോസിയേഷൻ്റെ ആളുകളാണ്? ഞാൻ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്. കഴിഞ്ഞ 45 വർഷത്തിന് മുകളിലായി ഇവിടെ ജീവിക്കുന്ന ആളാണ്. മലയാളി അസോസിയേഷൻ എന്ന് പറയുന്നത് 90 വർഷം പഴക്കമുള്ള ഒരു അസോസിയേഷനാണ് ഇവിടെ. ലോകത്തിൽ തന്നെ മലയാളി അസോസിയേഷനിൽ 2ാമത്തെ മലയാളി അസോസിയേഷനാണ് നമ്മളുടെ ഊട്ടി മലയാളി അസോസിയേഷൻ. A+ വിഷൻ ഊട്ടി. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.